കോഴിക്കോട് പുനൂർ പുഴയ്ക്ക് കുറുകെയുള്ള പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജനം TV വാർത്തയിൽ ഇടപെടൽ. പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്നും സാങ്കേതിക പ്രശ്നം 28-ന് മുൻപ് പരിഹരിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സർക്കാർ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നത് ജനം TVയാണ് പുറത്തു കൊണ്ടുവന്നത്. വിശദാംശങ്ങളുമായി അർജുൻ PS ചേരുകയാണ് കോഴിക്കോട് നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ജനം TV വാർത്തയിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്ത് നിർദ്ദേശമാണ് മന്ത്രി നൽകിക്കഴിഞ്ഞത്? ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ്. അതായത് ജനം TV ഇടപെട്ട ഒരു വാർത്ത, അത് വീണ്ടും മന്ത്രി ഇടപെട്ടുകൊണ്ട് അതിനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏകദേശം 30 കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മാണം ആരംഭിച്ചത്. 2021-ലാണ് ഈ പാലത്തിന് തറക്കല്ലിട്ടത്. പിന്നെ ഈ പണിയൊക്കെ മന്ദഗതിയിൽ പോവുകയായിരുന്നു. പ്രധാനമായും അപ്രോച്ച് റോഡ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഒരു തടസ്സവാദമായി പറയുന്നത്. എന്നാൽ ഈ അപ്രോച്ച് റോഡ് നൽകുവാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ സർക്കാർ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ റിപ്പോർട്ടർ രമ്യ അവിടെ എത്തുകയും കൃത്യമായി തന്നെ ഈ വിഷയം പഠിച്ചുകൊണ്ട് ആ വിഷയത്തിൽ വാർത്ത ചെയ്യുകയും ചെയ്തത്. ഇത് പിന്നീട് നാട്ടുകാരുടെ ഇടയിലൊക്കെ സ്പ്രെഡ് ആവുകയും തുടർന്ന് വാട്സപ്പുകളിലൊക്കെ ഇത് എത്തുകയും തുടർന്ന് മന്ത്രിയുടെ അടുത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്നാണ് പിന്നീട് മന്ത്രി പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഇതിന് 28-ാം തീയതിക്കകം കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചത്. എന്തിനാൽ തന്നെയും കുറേ നാളുകൾക്ക് ശേഷമുള്ള നാട്ടുകാരുടെ വലിയ ആവശ്യമാണ്. അതായത് കുറേ കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു പാലം എന്നുള്ളത്. ഇങ്ങനെ ഒരു പാലം വരികയാണെങ്കിൽ 3 പഞ്ചായത്തിനാണ് ഇത് ഗുണം ചെയ്ത. അതായത് കുരുവട്ടൂർ, കക്കോടി, ചേളന്നൂർ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളെ എളുപ്പത്തിൽ കോഴിക്കോടുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തുവാൻ ഈ പാലം വരുന്നതോടുകൂടി ഈ പഞ്ചായത്തുകളെ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായി നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. എന്നാൽ ഇതിന് 2021 ഇത് തലക്കല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 18 മാസത്തിനുള്ളിൽ ഈ പാലം പണി പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. ഈ 18 മാസം എന്നുള്ളത് ഇപ്പോൾ വർഷങ്ങൾ നീണ്ടു വന്നിരിക്കുന്നു. തുടർന്നാണ് ജനം TVയുടെ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത്. കിഫ്ബിയിൽ നിന്നും നൽകിയ തുകയാണ് 30 കോടി രൂപയാണ്. ആ ഒരു തുകയാണ് ഇപ്പോൾ ലാപ്സായി പോകുന്ന രീതിയിലേക്ക് പോയിരുന്നത്. ആ ഒരു സമയത്താണ് ജനം TVയുടെ കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടായത്. അതേ തുടർന്ന് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ടിരിക്കുന്നു. 28-ാം തീയതി കൃത്യമായി തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർ പറയുന്നത് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അതിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ, നമ്മുടെ റിപ്പോർട്ടർ രമ്യ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ജനങ്ങൾ അവിടെ വിട്ടു നൽകാൻ, അതായത് ഈ വഴി വിട്ടു നൽകാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണ്. പക്ഷേ സർക്കാർ ഇതിനു വേണ്ട നടപടി ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയ അലംഭാവമാണ്. അതിനെതിരെയാണ് ജനം TV വാർത്ത ചെയ്ത്. എന്നാൽ തന്നെ വലിയ സന്തോഷം, ഇത്തരത്തിലുള്ള വാർത്തയിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലം പണി പൂർത്തിയാകുമെന്നുള്ളതാണ് ജനങ്ങളുടെയൊക്കെ ഒരു ആശ്വാസം. സത്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ജനം TVയുടെ വാർത്തയിൽ കൃത്യമായി ഇടപെടലുണ്ടായിരിക്കണം. മന്ത്രി AK ശശീന്ദ്രൻ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണം, സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് അല്ലേ സഫലമാകാൻ പോകുന്നത്. എന്തായാലും അത് പരിഹരിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം എന്നുള്ളത് തന്നെയാണ്.